അമേരിക്കൻ യാത്രാനുഭവങ്ങളിൽ നമ്മളേറെ രസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന യാത്രാനുഭവങ്ങളാണ് ലോസ് ആഞ്ചൽസിൽ നമ്മെ കാത്തിരിക്കുന്നത്. ഹോളിവുഡ് നഗരം അതിൻ്റെ പ്രതാപങ്ങളോടുകൂടി നമ്മെ മാടി വിളിക്കുകയാണ്. ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ആ ഹോളിവുഡ് മലനിരകളിൽ ഹോളിവുഡിൻ്റെ വലിയ എംബ്ലം, സൈൻ ബോർഡ് ലോസ് ആഞ്ചൽസിൽ ഏത് ഭാഗത്തു നിന്നാലും കാണാവുന്ന പോലെ മിന്നിത്തിളങ്ങുന്നത് കാണാം. ലോസ് ആഞ്ചൽസിൻ്റെ പ്രധാന വീതിയിലൂടെ നടക്കുന്നത് തന്നെ ജീവിതത്തെ ഏറെ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നിരവധി സ്മരണകൾ ഉയർത്തുന്ന ഒരു യാത്രയായി മാറും. ലോകപ്രശസ്തരായ ഓസ്കാർ അവാർഡ് ജേതാക്കൾ നിരവധി ആളുകളുടെ പേരുകൾ ലോസ് ആഞ്ചൽസിൻ്റെ വീഥികളുടെ ഇരുവശത്തുമുള്ള നടപ്പാതകളിൽ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. നമ്മൾ നടക്കുന്ന വീഥികളിൽ വലിയ നക്ഷത്ര ചിഹ്നവും അതിന് താഴെ പ്രശസ്തരായ സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരുകളും. കാഴ്ചക്കാർക്ക് കൗതുകമാണ്. അവർ അതിൻ്റെ അടുക്കൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ആരാധനയോടെ ഈ പേരുകളെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച അതീവ ഹൃദ്യമാണ്. ലോസ് ആഞ്ചൽസ് വീഥികളിൽ തന്നെ നമുക്ക് കാണാം നിരവധി ഒരുപക്ഷെ സിനിമകളുടെയും മറ്റ് സീരിയലുകൾ പോലുള്ളതായ മറ്റ് ചിത്രീകരണങ്ങൾ നിരവധി നടക്കുകയാണ്. യാത്രകളിൽ തന്നെ സിനിമകളും അതുപോലെ തന്നെ മറ്റ് സീരിയൽ ചിത്രീകരണങ്ങളും നമുക്ക് കാണുവാനും രീതികൾ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ലോസ് ആഞ്ചൽസ് യാത്രയിൽ എനിക്ക് ഏറെ ഹൃദ്യമായ രണ്ട് അനുഭവങ്ങൾ. ഒന്ന്, ക്രിസ്റ്റൽ കത്തീഡ്രൽ കാണുവാൻ, സന്ദർശിക്കാൻ പോയതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ക്രിസ്റ്റൽ കത്തീഡ്രലിനെ പറ്റിയും അത് സ്ഥാപിച്ച റോബർട്ട് ഷൂളറിനെ പറ്റിയും ഞാൻ വായിച്ചിട്ടുണ്ട്. റോബർട്ട് ഷൂളറിന്റെ ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ്, ബി ആറ്റിറ്റ്യൂഡ് പുസ്തകങ്ങളൊക്കെ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ വലിയ കലവറകളാണ്. നിരവധി ചോദ്യങ്ങൾക്കും അതിൻ്റെ ഹൃദ്യമായ ക്രിയാത്മകമായ ഉത്തരങ്ങൾ നൽകുന്ന റോബർട്ട് ഷൂളറിന്റെ പുസ്തകങ്ങൾ ഹൃദ്യമായി മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനും സഹായകരമാണ്. ലോസ് ആഞ്ചൽസിലെ യാത്രക്കിടയിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ റോബർട്ട് ഷൂളർ നിർമ്മിച്ചിരിക്കുന്ന ക്രിസ്റ്റൽ കത്തീഡ്രൽ കാണുവാൻ പോകുക എന്നുള്ളത്. രണ്ട് ഓപ്ഷൻസ് ആണ് എനിക്കുണ്ടായിരുന്നത്. ഒന്നുകിൽ ഡിസ്നി വേൾഡ് കാണാൻ പോകാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽ കത്തീഡ്രൽ കാണാൻ പോകാം. ഒന്നിനേ സമയമുള്ളൂ. ഞാൻ തിരഞ്ഞെടുത്തത് ക്രിസ്റ്റൽ കത്തീഡ്രലാണ്. വളരെയേറെ ദൂരം കാറിൽ യാത്ര ചെയ്താണ് ഈ ക്രിസ്റ്റൽ കത്തീഡ്രൽ ചെല്ലുന്നത്. അതിമനോഹരമായ രൂപകൽപ്പന കൊണ്ട്, ഒരുപക്ഷെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തെ വിസ്മയിപ്പിച്ച രൂപകൽപ്പന കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച അത്ഭുതങ്ങൾ പോലും ഒന്നായി മാറിയിരിക്കുന്ന ആ ക്രിസ്റ്റൽ കത്തീഡ്രൽ, അതിനുള്ളിലെ ഇരിപ്പിടങ്ങൾ, അതിനുള്ളിലെ ആ കത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഒരു ഓർഗൻ, ഇവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ്. റോബർട്ട് ഷൂളർ കുറച്ച് പ്രായമായി, ക്ഷീണിതനായി അതിനോട് ചേർന്നുള്ളതായ ഒരു അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ബംഗ്ലാവിൽ വിശ്രമിക്കുന്നുമുണ്ട്. സന്ദർശകർക്ക് അത്ര വലിയ അനുവാദമൊന്നും അവിടെയില്ല. എങ്കിലും റോബർട്ട് ഷൂളറിൻ്റെ ആ വീടും താമസ സ്ഥലവും ചേർന്നുള്ള ലൈബ്രറിയും കാണുവാൻ നമുക്ക് സാവകാശം ലഭിച്ചു. ഹൃദ്യമായ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് സൂക്ഷിക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു ക്രിസ്റ്റൽ കത്തീഡ്രലിൻ്റേത്. ഞങ്ങൾ അവിടെ നേരെ പോയത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്കാണ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ നമ്മൾ ധാരാളമായി ടി വിയിലും മറ്റ് പ്രോഗ്രാമിൽ കണ്ടിരിക്കുന്ന പോലെ അതിവിശാലമായ ഒരു അനുഭവം സമ്മാനിക്കുന്ന സ്ഥലമാണ്. 2 ദിവസമാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണുവാനായി നമുക്ക് സമയം ലഭിക്കുന്നത്. 2 ദിവസം കണ്ടാൽ പോലും തീരില്ല. നമ്മൾ കണ്ടിരിക്കുന്ന ഓരോ സിനിമകളും ചിത്രീകരിച്ച സ്ഥലങ്ങൾ, ചിത്രീകരണ രീതികൾ, അവയെല്ലാം ഒരു സാധാരണ പ്രേക്ഷകനെ അത്ഭുതപ്പെടുത്തും. എത്രയോ വർഷം മുമ്പ് നമ്മെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണ് ദ ബൈബിൾ. ആ ബൈബിൾ സിനിമയിൽ മോശ ചെങ്കടൽ പിളർന്ന് മരുഭൂമിയിൽ നിന്ന് വന്ന ആളുകളെ ചെങ്കടൽ കടന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ കടൽ പൂർണ്ണമായ സ്ഥിതിയിൽ പ്രാപിക്കുന്നതുമായ ഒരു അത്ഭുതം അന്ന് സിനിമയിൽ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ പോകുന്ന വാഹനം എന്താണോ സിനിമയിൽ ചിത്രീകരിച്ചത് അതേ രീതിയിൽ ഈ കടൽ പോലെയുള്ളതായ ഈ ജലത്തിന് മുകളിലൂടെ ചെല്ലുന്നതും പെട്ടെന്ന് ഈ ജലം രണ്ടായി വകഞ്ഞു മാറുന്നതും
ഉണങ്ങിയ കരയിലൂടെ നമ്മൾ വാഹനം മുന്നോട്ട് പോകുന്നു, ആ കടൽ അല്ലെങ്കിൽ ആ ജലാശയം പൂർണ്ണസ്ഥിതിയിലാകുന്നതുമായ കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തും. കൊണ്ടുവന്ന് ഗൈഡ് പറയുന്നുണ്ട്, ഇതാണ് ബൈബിൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സ്വീകരിച്ചിരുന്ന ആ ഒരു ടെക്നോളജി. നമ്മളെ അത്ഭുതപ്പെടുത്തി ജുറാസിക് പാർക്കിന്റെ ചിത്രീകരണ സ്ഥലത്തൂടെ നമുക്ക് പോകാൻ കഴിയും. ജുറാസിക് പാർക്കിലെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഓരോ ജീവികളും നമ്മുടെ വാഹനത്തിന് നേരെ ചീറിപ്പാഞ്ഞെടുക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ പേടിച്ച് പുറകോട്ടങ്ങ് മാറും. പെട്ടെന്ന് നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് വെള്ളവും കല്ലും മണ്ണും വന്ന് വീഴും. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡാം ഇടിഞ്ഞു വീഴുന്നു, വെള്ളം തകർത്തൊഴുകുന്നു, നമ്മുടെ വാഹനത്തിന് അരികിലൂടെ ഒഴുകുന്നു, നമ്മൾ പരിഭ്രാന്തരായി വാഹനം മുന്നോട്ട് പോകുന്നു. ഇവയെല്ലാം ടെക്നോളജിയുടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമ്മെ പരിഭ്രമിപ്പിക്കുന്ന രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നവയാണ്. പെട്ടെന്ന് നമ്മൾ പോകുന്ന വാഹനം ഒരു പാലത്തിലേക്ക് കയറുന്നു, പാലം താഴേക്ക് ഇടിഞ്ഞങ്ങ് വീഴുകയാണ്, നമ്മുടെ വാഹനവും താഴേക്ക് വീഴുകയാണ്. പരിഭ്രാന്തരായി വാഹനത്തിൽ നമ്മൾ ഈ യാത്രക്കാർ നിലവിളിക്കുമ്പോൾ വീണ്ടും ആ വാഹനം വളരെ സുഖമായി മറ്റു പാതയിലൂടെ തുടരുകയാണ്. ചുരുക്കത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന, നമ്മളെ അമ്പരപ്പിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ നമ്മളെ മറ്റൊരു മായ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദരിക്കുന്ന ലോകപ്രശസ്തരായ ചില സിനിമാ താരങ്ങളുടെ അവരുടെ പേരിലുള്ളതായ ചില സിനിമാ സ്റ്റുഡിയോകൾ, അവരുടെ പേരിലുള്ളതായ ചില ഫ്ലോറുകൾ, അവയെല്ലാം വ്യത്യസ്തമായ കാഴ്ചയുടെ അനുഭവങ്ങളാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഉണ്ടായത് മറ്റൊരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവിടെ സീ വേൾഡ് എന്ന് പറയുന്ന ഒരു മനോഹരമായൊരു കാഴ്ചയുണ്ട്. അത് 600-700 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഗാലറിയും അതിന് മുൻപിൽ ഒരു ജലാശയവുമാണ്. ആ ജലാശയത്തിൻ്റെ അകത്ത് നടക്കുന്ന കാഴ്ചകൾ നമ്മൾ സിനിമ കാണുന്നത് പോലെ നമ്മളെ അതിശയിപ്പിക്കും. ഈ പ്രോഗ്രാം നടക്കുന്നത് 45 മിനിറ്റ് സമയത്തേക്കാണ്. ടിക്കറ്റ് എടുത്ത് എല്ലാവരും കയറി 700ഓളം ആളുകൾ ഒരു യു ഷേപ്പുള്ള ഗാലറിയിൽ ഇരിക്കുകയാണ്. പല രാജ്യക്കാർ, പല ഭാഷകൾ, പല പ്രായക്കാർ, യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ, അവരെല്ലാവരും ശബ്ദത്തിൽ സംസാരിക്കുന്നു, അവരുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, മൊബൈലിൽ സംസാരിക്കുന്നു, ഫോൺ നോക്കുന്നു, തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ പെട്ടെന്ന് ഈ ഗാലറി മുൻപിലേക്ക് ജലാശയത്തിനരികിൽ അകലങ്ങളിലായി 2 ചെറുപ്പക്കാർ വന്ന് നിൽക്കും. കണ്ടാൽ കോമാളികളുടെ ഒരു ലുക്കാണ്. അവർ കൈയടിച്ച് ഒന്ന് കൈകൊട്ടി നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും. ആരും ശ്രദ്ധിക്കില്ല, കാരണം എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ മുഴുകിയിരിക്കുകയാണ്. പെട്ടെന്ന് ജലാശയത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരി ഗാലറിക്കുള്ളിലേക്ക് അദ്ദേഹം ഈ ബക്കറ്റിലെ വെള്ളം എറിയും. ആളുകൾ ദേഹം മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. ആളുകൾ നിശബ്ദരാകും. ഇയാളുടെ മുഖത്തേക്ക് നോക്കും. ഈ നോക്കുന്ന നിമിഷം കൊണ്ട് ഇദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. നീ ഇരിക്കുന്ന ഗാലറിയെ ഞങ്ങൾ 2 തിരിച്ചിരിക്കുകയാണ്. നമ്മളാണ് ഗ്രൂപ്പ് 1, അപ്പുറത്തെ ഗ്രൂപ്പ് 2 ആണ്. നമുക്ക് അവരെ ജയിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിമിഷങ്ങൾ കൊണ്ട് നമ്മെ കൊണ്ട് കൈയടിപ്പിക്കുവാൻ, ഒരുമിച്ചൊന്ന് കൂവി വിളിക്കുവാൻ, തട്ടഹസിക്കുവാൻ ഇയാൾ നമ്മളെ പ്രാപ്തരാക്കും. ഈ 2 ഗാലറിയിലിരിക്കുന്ന 2 വയസ്സുള്ള ആളുകൾ തമ്മിൽ അറിയാതെ ഒരു മത്സര സ്വഭാവം, എവിടെ നിന്ന് വന്ന ആളുകളായിരിക്കാം, എന്തിനോ വന്നവരായിരിക്കാം, എല്ലാം മറന്ന് പെട്ടെന്നൊരു ഗ്രൂപ്പായി മാറി അവർ ഈ വ്യക്തിയിലേക്ക് ലയിച്ചു പോകുന്ന കാഴ്ച 5 മിനിറ്റ് കൊണ്ട് സാധിക്കുന്നത് അതിശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. ഇതിനുശേഷം ഷോ തുടങ്ങുന്നത്. ഷോ തുടങ്ങി കഴിയുമ്പോഴേക്കും ഈ വന്നിരിക്കുന്ന കോമാളി വേഷം ഇട്ടിരിക്കുന്ന ആൾ തന്നെ പെട്ടെന്ന് ഈ ഷോയുടെ പ്രധാനപ്പെട്ട ഒരു താരമായി മാറുകയാണ്. ആ ഷോയിൽ പെട്ടെന്ന് റോക്കറ്റ് വരുന്നുണ്ട്, ജലാശയത്തിലൂടെ വളരെ വേഗം സ്പീഡ് ബോട്ടുകൾ വരുന്നുണ്ട്, വലിയ ഗോവണിയിലൂടെ മുകളിൽ കയറുന്നുണ്ട്, താഴേക്ക് പോകുന്നുണ്ട്. ഒരു അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ നിന്ന ദീർഘമായ സാഹസിക രംഗങ്ങൾ നിറയുന്ന ഒരു ഷോയാണ്. ശ്വാസം അടക്കി പിടിച്ച് കാണുന്നതിനിടയിൽ അറിയാതെ കാണികൾ കൈയടിക്കുന്നു, പ്രോത്സാഹനം കൊടുക്കുന്നു. 45 മിനിറ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഏതോ ഒരു പുതിയ ലോകത്ത് നിറങ്ങി വന്നതുപോലെ എല്ലാം മറന്ന് ചിരിച്ച് ആഹ്ലാദിച്ച് ആർത്ത് ഇറങ്ങി വരുന്ന ഒരു ജനക്കൂട്ടത്തെ കാണാൻ കഴിയുക. ഞാൻ പറഞ്ഞത്, ഏതൊരു പ്രവർത്തനത്തെയും ഏതൊരു ഷോകളെയും ആകർഷകമാക്കി മാറ്റാൻ കഴിയുന്ന ചെറിയൊരു തന്ത്രം ഉപയോഗിച്ച ആ മിടുക്കിനെ പറ്റിയാണ്. ഒരുപക്ഷെ നിർജ്ജീവമായിരുന്ന കാഴ്ചകൾ കാണേണ്ടുന്ന ഈ 700ഓളം വരുന്ന ഈ കാഴ്ചക്കാർ വളരെ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ചെപ്പടി വിദ്യയിൽ പെട്ടെന്നൊരു ടീം സ്പിരിറ്റിലേക്ക് വരുവാനും ഈ ഷോയുടെ മൊത്തം
രീതിയെ മാറ്റിമറിക്കുവാനും അതോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് അങ്ങ് ലയിച്ചു ചേരുവാനും കാരണമായി. നമ്മുടെ നാട്ടിലെ അധ്യാപകർക്കും പരിശീലകർക്കും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇതൊരു മാതൃകയാക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്നുമല്ല, കാണികളെ അല്ലെങ്കിൽ പഠിതാക്കളെ നമുക്ക് വേണ്ടുന്ന ഉപകരണങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അവരെ കൊണ്ട് എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു പാഠമാണ്. എത്ര വ്യത്യസ്തമായ ഓഡിയൻസിനെ പോലും, എത്ര വ്യത്യസ്തമായ സംസ്കാരമുള്ളവരെ പോലും മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇണങ്ങിക്കൊണ്ടിരുവാൻ, അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നതായ ആശയത്തെ ഹൃദ്യമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ഇത് ആദ്യം പറഞ്ഞ വാക്കുപോലെ തന്നെ പ്രൊഫഷണലിസത്തിന്റെ ഉദാത്തമായ ഉത്തമമായ ഒരു മാതൃകയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അമേരിക്കയിലെ പ്രശസ്ത പത്രപ്രവർത്തകനായ ശ്രീ ജോർജ് തുമ്പയിലിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് പോകുവാൻ ഒരവസരം ലഭിച്ചു. രാവിലെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു, നമുക്ക് നല്ല മലയാളി ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആഹാരം കഴിക്കാം. കാർ സ്ഥലത്ത് നിർത്തി ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. അവിടെ ഒരു സിനിമാ തിയേറ്ററുമുണ്ട്. ആ സിനിമാ തിയേറ്ററിൽ ഓടുന്ന സിനിമ ഭാഗ്യദേവതയാണ്. അതായത് ഒരു മലയാള സിനിമയാണ് അന്ന് അവിടെ ഓടുന്നത്. തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കയറി. ഇതെല്ലാം മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്, ഈ തിയേറ്ററുമാണ്. റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണമായി ലഭിച്ചത് നല്ല കപ്പയും മീൻകറിയുമാണ്. ഈ മീൻകറിയും കപ്പയും ഒക്കെ വിളമ്പി തന്നിട്ട് എൻ്റെ അടുത്ത് ഈ ഭക്ഷണം വിളമ്പി തന്ന കടയുടെ റെസ്റ്റോറൻറ്റ് ഉടമസ്ഥൻ വന്നു. ഞാൻ അത് നോക്കി. ഞാൻ അമ്പരപ്പോടെ അദ്ദേഹത്തിന് മുഖത്തേക്ക് നോക്കി. അത് മറ്റാരുമല്ല, എൻ്റെ സമീപവാസിയായ എൻ്റെ ദീർഘകാല സുഹൃത്തായ പ്രിയപ്പെട്ട ശ്രീ രാജനാണ്. അദ്ദേഹം വർഷങ്ങളായി ഇപ്പോൾ അമേരിക്കയിലാണ്. അവിടെ റെസ്റ്റോറൻറ്റ് അവരും രാജനും ഭാര്യയും ചേർന്ന് നടത്തുന്നു. അവിടെ ചെറിയൊരു ബിസിനസ് ഒക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട്. നോക്കുക, എത്ര ചെറിയ ലോകമാണ് ഇത്. വളരെ ദൂരെ നിന്ന് നമ്മൾ കരുതി യാത്ര ചെയ്ത് ചെല്ലുമ്പോഴും നമ്മുടെ തൊട്ടുള്ള ഒരു അയൽവാസി അവിടെ നമുക്ക് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച്, ഞാനും ജോർജ് തുമ്പയിലും ഒരുമിച്ച് അവരുടെ പള്ളിയിൽ പോയി. ഞാൻ അതിനുശേഷം മറ്റ് ചില പള്ളികളിലൊക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ പള്ളികളിൽ അമേരിക്കൻ മലയാളികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മ വളരെ ശ്രദ്ധേയമാണ്. ഞായറാഴ്ചകളിൽ കുടുംബമായി, അത് മാതാപിതാക്കളും മക്കളും എല്ലാം ഒരുമിച്ച് പള്ളിയിൽ പോകുന്ന ഒരു രീതിയുണ്ട്. ആൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ അവരെ ആൾട്ടർ ബോയ്സായിട്ട്, അൾത്താര ശുശ്രൂഷകരായി കഴിയുന്നിടത്തോളം അപ്പനും അമ്മയും അവരെ അതിനുവേണ്ടി നിയോഗിക്കും. അതിനുശേഷമുള്ള വേദപഠന ക്ലാസ്സിലുമൊക്കെ കുട്ടികളും സജീവമാണ്. അതിനുശേഷം രാവിലത്തെ സർവീസ് കഴിഞ്ഞ് മുഴുവൻ പേരും ചേർന്ന് അവിടെ ഒരുക്കിയിരിക്കുന്ന ഉച്ചഭക്ഷണത്തിൽ പങ്കാളികളാവും. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആരാധന ഈ ആരാധന മാത്രമല്ല, മറിച്ച് ഒരു സാമൂഹ്യ അവബോധത്തിന് സഹായകരമാവുന്ന ഒരു കൂടിവരവായി അതിനെ മാറ്റുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ സമപ്രായക്കാരുമായി ഇടപെടുവാൻ, പരിചയപ്പെടുവാൻ, വർത്തമാനം പറയുവാൻ, കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് നാട്ടിലെ വിശേഷങ്ങൾ കൈമാറുവാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ, അതിനെല്ലാം ഒരു സാഹചര്യമാണ്. തന്നെയുമല്ല, നമ്മളെ ആകർഷിക്കുന്ന നിരവധി കാര്യങ്ങൾ. ഒന്ന്, ഭക്ഷണം വിളമ്പുന്നതും കഴിക്കുന്നതും ഒക്കെ കഴിഞ്ഞ് അവയെല്ലാം ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് ഭംഗിയാക്കി നീറ്റാക്കി ഒരു ചെറിയ കഷ്ണം പേപ്പറോ പ്ലാസ്റ്റിക് കടലാസോ പോലും അവശേഷിപ്പിക്കാതെ എല്ലാം ഡിസ്പോസൽ ബാഗിനകത്താക്കി അവിടെ വന്നതിനേക്കാൾ മനോഹരമാക്കി ഇട്ടാണ് ആ സ്ഥലത്ത് നിന്ന് പോകുന്നത്. ഞാൻ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തത്. ഒന്ന്, ഈ ആളുകളുടെ ഇത്തരം കാര്യങ്ങളുമായ ആ ഒരു ശുചിത്വ ശീലം നമ്മൾ എത്രയോ നന്നായി പഠിക്കേണ്ടതായിട്ടുണ്ട്. 100-500 പേര് വരുന്ന സ്ഥലത്ത് അവരെല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവയെല്ലാം ക്ലീൻ ചെയ്ത് ഒരു കൂട്ടായ്മയുടെ ഒരു ആന്തരികമായ ഒരു ബന്ധത്തിൻ്റെ അനുഭവം അവർക്ക് അന്യോന്യം പ്രകടിപ്പിക്കുവാനും മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2, ഈ പള്ളിയിലെ ആരാധനയിലൂടെ മലയാളികളായ ആളുകൾക്ക് അന്യോന്യം അറിയുവാനും
മനസ്സിലാക്കുവാനും അത് കൂടുതലായി സ്വാധീനിക്കുന്നത് ചെറുപ്പക്കാരെയാണ്, യുവാക്കളെയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് അന്യോന്യം അറിയുവാനും പരിചയപ്പെടുവാനും നാടിൻ്റെ ചില സംസ്കാര രീതികൾ പങ്കുവയ്ക്കാനും കഴിയും. മനോഹരമായി മലയാളം പാട്ട് പാടുന്നവർ പലപ്പോഴും പല പള്ളികളിലുമൊക്കെ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറാറുണ്ട്. ചെറിയ സ്കിറ്റുകൾ, ചെറിയ ഗാനമേളകൾ, ഒപ്പം കരോക്കെ പാട്ടുകൾ, ഇവയൊക്കെ ചേർന്നുകൊണ്ട് ജീവിതത്തെ കുറെ കൂടെ ആസ്വാദികരമാക്കി മാറ്റുവാൻ, തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിന്ന് ആസ്വാദികരമാക്കി മാറ്റുവാൻ ഇത്തരം പള്ളികളിലെ കൂടിവരവുകൾ എന്നും സഹായകരമാണ് എന്ന് ഈ അമേരിക്കൻ യാത്രയിലെ മലയാളി കുടുംബങ്ങളോടൊപ്പമുള്ള ഈ ആരാധനയെ സംബന്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് അല്ലെങ്കിൽ മൻഹട്ടൻ നഗരം നമ്മളെ ഏറെ അതിശയിപ്പിക്കുന്ന നിരവധി സംഭവങ്ങളുടെ ഒരു കലവറയാണ്. മൻഹട്ടനിലെ യാത്രകൾ അല്ലെങ്കിൽ മൻഹട്ടനിലെ ജീവിത രീതികൾ നമുക്ക് അത്ഭുതകരമായ നിരവധി ദൃശ്യവിരുന്നൊരുക്കുന്ന സംഭവങ്ങളാണ്. ടൈം സ്ക്വയറിലെ നൂറുകണക്കിന് ആളുകളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ, അവയെല്ലാം വ്യത്യസ്തമായ യാത്രാനുഭവങ്ങൾ നമുക്ക് ഒരുക്കാറുണ്ട്. മൻഹട്ടനിലൂടെ കാണുവാൻ വേണ്ടിയുള്ള യാത്രയിൽ ഒരു സിറ്റി ടൂർ ബസ്സിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്. 2 നിലയുള്ള ബസ്സിൻ്റെ മുകൾ തട്ടിലേക്ക് കയറി മൻഹട്ടനിലെ മനോഹരമായ വീതിയിലൂടെ ഈ വാഹനം നീങ്ങുകയാണ്. ഒരു കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന ലോകത്തിലെ അമ്പരചുംബിയായ കെട്ടിടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ലോകത്തെ ഏറ്റവും ഉയർന്ന കെട്ടിടമായി അന്ന് സ്കൂളിൽ പഠിച്ചിരുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ്. ന്യൂയോർക്ക് സിറ്റിയിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. ഈ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന് സമീപത്തിലൂടെ വാഹനം പോകുമ്പോൾ ഒരിക്കൽ നേരിൽ കാണുവാൻ കഴിഞ്ഞത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വിസ്മയിപ്പിക്കും. അല്പങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനോഹരമായ കെട്ടിടം തലയുയർത്തി നിൽക്കുന്നു. ഓരോ ദൃശ്യങ്ങളും ഓരോ കെട്ടിടങ്ങളും ഗതകാല ചരിത്രത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ അനുഭവങ്ങളാണ്. ആ പോകുന്ന സമയത്ത് സിറ്റി ടൂർ ബസ്സിലെ ഗൈഡ് ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്യുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഇരിക്കുന്ന മുകൾത്തട്ടിലെ മുഴുവൻ പേർക്കും, അത് തുറസായ മുകൾത്തട്ടാണ്, മുഴുവൻ പേർക്കും ട്രാൻസ്പെറൻ്റായ ഒരു കോട്ട് അവർ നൽകി, ഒരു പ്ലാസ്റ്റിക് കോട്ട് നൽകി. വാഹനം മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നുണ്ടായ മഴയെ അവർ പരിഭ്രമിക്കുകയല്ല, ആഹ്ലാദത്തോടെ വരവേൽക്കുകയാണ്. ആ മൻഹട്ടനിലുള്ള യാത്രയിൽ സിറ്റിയിലെ ഓരോ സ്ഥലങ്ങളും കണ്ട് മുന്നോട്ട് നീങ്ങി. അത് ചെന്ന് എത്തുന്നത് ഈ വാഹനം തന്നെ ഹഡ്സൺ നദിയുടെ അരികത്തെ എന്ന് ഇതിന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. നമ്മൾ കരയിലൂടെ യാത്ര ചെയ്ത വാഹനം വെള്ളത്തിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിലൂടെ മുന്നോട്ടങ്ങ് പോവുകയാണ്. കരയിലും വെള്ളത്തിലും ഒരുപോലെ പോകാൻ കഴിയുന്ന വാഹനങ്ങൾ, അതൊക്കെ നമുക്ക് ആദ്യമൊക്കെ അമ്പരപ്പാണ് ഉണ്ടാക്കുന്നത്. ഹഡ്സൺ നദിയിലുള്ള യാത്ര അത് ന്യൂയോർക്ക് നഗരത്തെ അകലെ നിന്ന് കാണുവാൻ കഴിയുന്ന ഒരു ദൃശ്യ അനുഭവമാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, നമ്മൾ ആ നഗരത്തിന്റെ അരിയിലുള്ള നദിയിലൂടെ ഈ മനോഹരമായ ബോട്ടിൽ ഇങ്ങനെ നീങ്ങുമ്പോൾ ചുറ്റുപാടുമായി തലയുയർത്തി നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ അതിമനോഹരമായ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യമാണ്. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ നിരവധി പാലങ്ങൾക്കടിയിലൂടെ, ലിങ്കൺ ബ്രിഡ്ജ് പോലുള്ള നിരവധി പാലങ്ങൾക്കടിയിലൂടെ നമ്മുടെ ബോട്ട് വളരെ സാവധാനം നീങ്ങുകയാണ്. ന്യൂയോർക്ക് സിറ്റിക്ക് ചുറ്റുമായി തന്നെ, അല്ലെങ്കിൽ മാൻഹട്ടൻ നഗർ ചുറ്റുമായി ഈ ബോട്ട് വലം വെച്ച് നീങ്ങുന്നത് വ്യത്യസ്തമായ ഒരു യാത്രാ അനുഭവമായി ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഈ യാത്രയിലാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അരിയിലേക്ക് എന്ന് ഈ ബോട്ട് നിർത്തുന്നതും അവിടെ നിന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടി ഇറങ്ങുന്നതും ഒക്കെ. ചുരുക്കത്തിൽ മൻഹട്ടനുള്ളിലൂടെയുള്ള സിറ്റി ടൂറിന്റെ യാത്രയും ബോട്ടിലൂടെയുള്ള മൻഹട്ടനിലെ യാത്രയും ഒക്കെ ഈ ഒരു നഗരത്തെ അടുത്തും അകലെയും കാണുവാൻ കഴിയുന്ന ഹൃദ്യമായ യാത്രാനുഭവങ്ങളാണ്. യാത്രയുടെ അവസാനം തിരിച്ച് നമ്മൾ കരയിലേക്ക് ഇറങ്ങി. എൻ്റെ സുഹൃത്തുമായി ടൈം സ്ക്വയറിൻ്റെ അടുക്കിലേക്ക് പോയി. ടൈം സ്ക്വയർ നമ്മൾ വായിച്ചും കണ്ടിട്ടുമുള്ളതുപോലെ തന്നെ യുവാക്കളുടെ ഒരു സമ്മേളന നഗരിയാണ്. വലിയ ബിൽ ബോർഡുകളൊക്കെ മിന്നിത്തെളിയുന്ന ആ ടൈം സ്ക്വയറിൽ നിരവധി ആളുകൾ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന, സന്തോഷത്തിൻ്റെ മലരുകൾ പൊട്ടിവിടരുന്ന അതിമനോഹരമായ സായാഹ്നം. അത് എത്ര സമയം ഇരുന്നാലും നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്ത രീതിയിൽ ആ ടൈം സ്ക്വയറിൻ്റെ ആ ഒരു ഗാംഭീര്യവും ആ ഒരു ആനന്ദവും എന്നും സഞ്ചാരിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. മെഴുകു പ്രതിമകൾ കൊണ്ട് ഏറെ വിശിഷ്ടമായ ഒരു ദൃശ്യവിരുന്നാണ് മാഡം തുസേ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ലോകപ്രശസ്തരായ ആളുകളുടെ
മെഴുകു പ്രതിമകൾ അതിനുള്ളിലുണ്ട്. അത് ടിക്കറ്റ് എടുത്ത് കാണുവാൻ വേണ്ടി അകത്തേക്ക് കയറി. ഏറ്റവും മുൻപിൽ അല്ലെങ്കിൽ ആ വാതിൽക്കൽ തന്നെ ഒരു സെക്യൂരിറ്റി ആൾ നിൽപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു ഏത് വഴിയാണ് അകത്തേക്ക് പോകേണ്ടത്. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും കൈകൊണ്ട് വിളിച്ചു, ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇടാത് മെഴുകു പ്രതിമയാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്ര റിയലായിട്ടാണ് ഈ മെഴുകു പ്രതിമ പോലും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ ഓരോ വ്യക്തികളെയും നമ്മൾ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഓരോ വ്യക്തിയും എത്ര ജീവസുറ്റതായ ഓരോ പ്രതിമകൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തൊട്ടടുത്തുള്ള മാൻഹട്ടൻ ഹോട്ടൽ അത് മറ്റൊരു അനുഭവമാണ്. അത് 48ാം നിലയിലെ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ അന്ന് അത്താഴത്തിന് വേണ്ടി ഞങ്ങൾ ചെന്നു. മാൻഹട്ടൻ ഹോട്ടലിലെ 48ാം നിലയിലെ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ നമ്മളുടെ ആ മാൻഹട്ടൻ സിറ്റി മുഴുവൻ 360 ഡിഗ്രി കറങ്ങി കാണുവാൻ കിട്ടുന്ന ഒരു വലിയ ദൃശ്യാനുഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ നിമിഷവും ചലനാത്മകമാക്കുന്ന, ഓരോ ചിന്തകളെയും കൂടുതൽ ജീവസുറ്റതാക്കുന്ന, ഓരോ യാത്രകളെയും ഊർജ്ജദായകമാക്കി മാറ്റുന്ന അനുഭവങ്ങളാണ് അമേരിക്കൻ യാത്രയിലെ ഓരോ നിമിഷങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത്.